ഉണരൂ മനസ്സേ, പകരൂ രാഗാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. പനിനീർ പൂവിതളിൽ പതിയും തൂമഞ്ഞു പോൽ ഒരു നീർക്കണമായി അറിയാമീ കാസയിൽ. തിരുനാമ ജപമാലയിൽ ഒരു രാഗമായി അലിയാൻ. തിരുനാമ ജപമാലയിൽ ഒരു രാഗമായി അലിയാൻ. ഏതാനും നിമിഷങ്ങൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. അന്തോണിച്ചനെയും ദേവസ്യ അച്ഛനെയും സമർപ്പിക്കുമ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ തടസ്സങ്ങളെല്ലാം മാറുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹാർട്ട് സർജറിയുമായി ബന്ധപ്പെട്ട് വെന്റിലേറ്ററിലായിരിക്കുന്ന ജോളിയെ പ്രത്യേകമായിട്ട് ഓർത്ത് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ആൻറ്റോ പൈവോയുടെ 6ാമത്തെ ചരമവാർഷികമാണ്. അദ്ദേഹത്തിന് ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്പിൻ ഗോമസിനെയും ജോസ് കടവിൽ രണ്ടുപേരുടെയും ആത്മശാന്തിക്കായിട്ട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് അവിടെ പാപങ്ങൾ തിരിച്ചറിയാം, അനുദപിക്കാം, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ യോഗ്യതയോടെ ഈ ബലി അർപ്പിക്കുവാൻ നമ്മെ സഹായിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തികേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങയെ കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിൻചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങയെ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്. അതുകൊണ്ടൊരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല. അത് ദൈവത്തിനെ അറിയൂ. ഈ മനുഷ്യൻ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്നെനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല. അത് ദൈവത്തിനെ അറിയൂ. അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാനൊരു ഭോഷനാകുകയില്ല. എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക. എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഹല്ലേലൂയ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം
സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 24 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമ്മോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ആദ്യ വായന നമ്മെ പഠിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളൊക്കെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൃപയിലുള്ള ജീവിതമാണോ അതോ എളുപ്പ ജീവിതമാണോ? ഞാൻ ഉൾപ്പെടെ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ വരാറുള്ളൊരു കാര്യം, നമ്മുടെ ജീവിതം, ഈ ലോക ജീവിതം എളുപ്പമാകണം. അപ്പം അതിന് നമ്മുടെ രോഗങ്ങൾ മാറണം, മറ്റ് കടബാധ്യതകളൊന്നും വരരുത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരാറുള്ളത്. ഇവിടെ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ശരിക്കും എങ്ങനെയെങ്കിലും ആ രീതിയിൽ നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് കൂടുതൽ. കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ ഇതൊന്നും വരരുത്. അതെല്ലാം സമയാസമയത്ത് കർത്താവ് നടത്തി നമ്മെ ആ ഒരു സന്തോഷപ്രദമായിട്ട്, അല്ലെങ്കിൽ എളുപ്പം എൻ്റെ ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള ഒരു കൃപ, അനുഗ്രഹം, അതായിരിക്കാം പലപ്പോഴും നമ്മൾ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കാറുള്ളത്. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പൗലോസ്ലീഹയ്ക്ക് കർത്താവ് കൊടുത്തൊരു സന്ദേശം കൃപയിലുള്ള ജീവിതമാണ് പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് അവന് ഒരുപാട് കൃപകൾ, അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു വ്യക്തി, അദ്ദേഹം മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കാൻ ഒരു പിശാചിൻ്റെ ഒരു ശല്യം അവന് കൊടുത്തു. അത് മാറാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം നല്ല സമയമെടുത്ത് നല്ല തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. എന്നിട്ടും അവന് കിട്ടിയ ഉത്തരം, നിനക്കെൻ്റെ കൃപ മതിയെന്ന്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃപയിലുള്ള ജീവിതം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാമല്ലോ,
പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറഞ്ഞത് കൃപയുടെ നിറവുള്ളവളെന്ന്. അവൾ സൗന്ദര്യത്തെക്കുറിച്ചൊന്നും അല്ല ഗബ്രിയേൽ ദൂതൻ വർണ്ണിച്ചത്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. ഈ കൃപയുടെ നിറവ് അതാണ് നമുക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രാർത്ഥിക്കാൻ നമുക്ക് കൃപ വേണം, സഹനത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് കൃപ വേണം, സ്നേഹിക്കാൻ നമുക്ക് കൃപ വേണം, പങ്കുവയ്ക്കാൻ നമുക്ക് കൃപ വേണം. ആ രീതിയിൽ ചിന്തിച്ചാൽ എന്തിനും ഏതിനും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണോ നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ഈ കൃപയുടെ നിറവ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റും. ഇന്നത്തെ സുവിശേഷഭാഗം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ആകുലപ്പെടരുത്, ഉത്കണ്ഠപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ആകുലപ്പെടാതെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ കൃപയുണ്ടായേ പറ്റൂ. ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുടെ മുമ്പിലും തളരാതെ പതറാതെ നിൽക്കാൻ പറ്റും. സങ്കീർത്തനം 112 7 മുതൽ വായിച്ചാൽ ആ സന്ദേശമുണ്ട്. ഞാൻ ദുർവാർത്ത കേട്ടാൽ പോലും കുലുങ്ങത്തില്ല, കാരണം ദൈവത്തിൻ്റെ കൃപ. ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്, ദൈവകൃപയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയാൻ സാധിച്ചതുകൊണ്ടാണ് സങ്കീർത്തകന് അങ്ങനെ പറയാൻ പറ്റിയത്. എന്തും വരട്ടെ, ഞാൻ കുലുങ്ങത്തില്ല. പ്രിയപ്പെട്ടവരെ, അസാധാരണമായ രീതിയിൽ ആകുലപ്പെട്ട് കഴിയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ടെൻഷൻ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ടെൻഷൻ വഹിച്ച് നടക്കുന്ന ആളുകളെ കാണാൻ പറ്റും. അതിന് മാറ്റം വരണമെങ്കിൽ കൃപയുടെ ലെവല് ഉയർന്നുയർന്നു വരണം. നമുക്കറിയാലോ, നമ്മൾ ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു തടിയോ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു മനുഷ്യനെ ആണെങ്കിലും നമുക്ക് ഒരു കൈ കൊണ്ട് വേണമെങ്കിൽ ഉന്തി അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. ആ വെള്ളത്തിൽ നിന്ന് അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കിയാൽ നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ കൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അനായാസം അവരുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കാൻ സാധിക്കും. ഈ ടെൻഷനൊക്കെ അകറ്റി, കർത്താവ് എന്നെക്കുറിച്ച് വിചാരമുള്ളവനാണ്, കർത്താവ് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, കർത്താവ് എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരും എന്നെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ഇതാ സങ്കീർത്തനം 37 അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവം എത്രമാത്രം നമ്മളെക്കുറിച്ച് ഉള്ളവനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ് മത്തായി 6:33. നിങ്ങൾ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരും. വർഷങ്ങൾ ഇത് കേട്ടിട്ടും വർഷങ്ങളോളം ഇത് പ്രസംഗിച്ച് നടന്നിട്ടും ശരിക്കും അതിൻ്റെ ഫലം അനുഭവിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. ദൈവരാജ്യം അവിടുത്തെ നീതി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർക്ക് ബാക്കിയെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരും. പിന്നെന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നത്? ദൈവരാജ്യം അന്വേഷിച്ച് നീതിപൂർവ്വം ജീവിച്ചാൽ ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരുമെന്ന്. ഇപ്പം നമ്മൾ ഈ കൂട്ടിച്ചേർക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണോ രാവിലും പകലും മൊത്തം പ്രാർത്ഥിച്ച് നടക്കേണ്ടത്? അതിനേക്കാൾ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ എത്താനും പറ്റാതെ പോകുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. നമുക്ക് വേണമെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ ഒരു ബലി അർപ്പണമെല്ലാം കഴിഞ്ഞ് പോകാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ വലിയൊരു സന്ധ്യാപ്രാർത്ഥന നടത്തി പോകാൻ പറ്റും. അതിലല്ല കാര്യം. ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചങ്കിനകത്തേക്ക് നന്നായിട്ട് വിശ്വാസത്തോടെ ഒന്ന് നോക്കിയാൽ മതി. വിശ്വാസത്തോടെയാണെങ്കിൽ തെറ്റായൊരു നോട്ടം പോലും വരത്തില്ല. വിശ്വാസത്തോടെ നോക്കുമ്പോഴത്തേക്കും ആ വ്യക്തിയിൽ ദൈവം വസിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകും. ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകും. അപ്പോൾ പിന്നെ അവരുമായിട്ട് പാപത്തിലേർപ്പെടാനാണോ നമ്മൾ ഇഷ്ടപ്പെടുക, അതോ ആത്മീയ ബന്ധത്തിനായിരിക്കുമോ നമ്മൾ മുതിരുക? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇനി വീണ്ടും രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ നീതി. എന്താണ് ദൈവത്തിൻ്റെ നീതി നിറവേറ്റി ജീവിക്കുക എന്ന് പറഞ്ഞാൽ? നീതി എന്ന് പറഞ്ഞാൽ, ദൈവനീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റണം. ദൈവഹിതം നിറവേറ്റി നമ്മൾ ജീവിക്കണം. ദൈവഹിതം നമ്മൾ അന്വേഷിക്കാൻ തയ്യാറാകണം. പലപ്പോഴും പലരുടെയും പ്രാർത്ഥന അവരുടെ ഹിതം നിറവേറ്റാൻ വേണ്ടി മസിൽ പിടിച്ചുള്ള പ്രാർത്ഥനയാണ്.
കർത്താവ് ഇക്കാര്യം നടത്തി തരണം. ഇത് എനിക്ക് നല്ലതാണോ, ഇത് എനിക്ക് ഒരു പ്രശ്നമായി തീരുമോ, അതുപോലും ചിന്തിക്കുന്നില്ല. എൻ്റെ ഇഷ്ടം ഇതാണ്, എനിക്കിത് നടക്കണം. അതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം, അത് നമ്മൾ അറിഞ്ഞ് അത് നിറവേറ്റി ജീവിക്കാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒരുപാട്. എനിക്കറിയാം ചിലർ ജീസസ് യൂത്തിലൊക്കെ പെട്ടവർ വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും നോക്കി വെച്ചതിൻ്റെ പേരിലൊന്നും അല്ല, ഒന്നും ഇല്ലാതെ തന്നെ 4 വർഷം 5 വർഷമൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അക്കാലയളവിൽ അവർ പ്രാർത്ഥിച്ച, കർത്താവേ, നീ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അവരെ കണ്ടെത്താൻ പറ്റണം, എനിക്ക് അവരെ സ്വീകരിക്കാൻ പറ്റണം. അല്ലാതെ എനിക്ക് ഒരു ഇഷ്ടം തോന്നി അല്ലെ പ്രണയം തോന്നി എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ പോയി അത് നടത്തി തരണമെന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്ന അല്ല പ്രാർത്ഥന. ഇങ്ങനെ ദൈവഹിതം അറിഞ്ഞ് അത് നിറവേറാനുള്ള ഒരാഗ്രഹത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകണം. പ്രിയപ്പെട്ടവർ, ശരിക്കും ദൈവസാന്നിധ്യത്തിൻ്റെ വില അറിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും നമുക്ക് അപ്രധാനമാവും. ഇംഗ്ലീഷിൽ നമുക്ക് ഈ പ്രസൻസ് ഓഫ് ഗാഡ് എന്ന് പറയും, ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുപോലെ തന്നെ പ്രിസൻസ് എന്ന് പറഞ്ഞാൽ ഈ സമ്മാനങ്ങൾ. ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നത് എന്നാണെന്നറിയുക, സമ്മാനങ്ങളാണ്. ദൈവസാന്നിധ്യം വേണമെന്നൊന്നുമില്ല. പ്രാർത്ഥനയിൽ ദൈവത്തെ അനുഭവിച്ച് അങ്ങനെ മുമ്പോട്ട് പോകണമെന്നൊന്നുമില്ല. ഞാൻ ഒരു സൗഖ്യമായ ഒരു സമ്മാനം അതൊന്ന് കിട്ടിയാൽ മതി, വിദേശത്ത് പോകാനുള്ള ഒരു സമ്മാനം അതൊന്ന് കിട്ടിയാൽ മതി. അതിനേക്കാളൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ളതാണ് കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് ആ സാന്നിധ്യത്തിൽ ആനന്ദത്തോടു കൂടി ജീവിക്കുക. പൗലോസ്ലീഹായ്ക്ക് സ്വർഗീയമായ ദർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി 3-ാം ലോകം വരെ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം വായിച്ചാൽ പൗലോസ്ലീഹായ്ക്ക് ആത്മീയ നിർവൃതിയിൽ പ്രാർത്ഥിക്കുക, പരിസരങ്ങളൊക്കെ മറന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയുണ്ടായി. ഇങ്ങനെ വല്ലതൊക്കെ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതല്ലാതെ ലോകത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന് തരാൻ പറ്റുന്ന കുറച്ച് സമ്മാനങ്ങൾ അത് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ പോവുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തെ തന്നെ നമുക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ മറ്റേത് കൂദാശകളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. എന്നാൽ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ തന്നെ ലഭിക്കും. ദൈവത്തെ തന്നെ നമ്മൾ നൊവേനകളെക്കാളും മറ്റു പല പ്രാർത്ഥനകളെക്കാളും പ്രാധാന്യം കൽപ്പിച്ച് വില കൊടുത്ത് അർപ്പിക്കേണ്ടത് വിശുദ്ധ കുർബാനയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായതെല്ലാം അതിലൂടെ കർത്താവ് നൽകും എന്നുള്ള ആ വലിയ സന്ദേശമാണ് ദൈവം തരുന്നത്. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവെക്കുന്നു ഞാൻ ബലിയിൽ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവെക്കുന്നു ഞാൻ ബലിയിൽ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ,
മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്ത ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കൂദാശയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉത്ഥാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഓസ്ട്രേലിയയിലുള്ള ജോയ്സിൻ്റെയും സിനിയുടെയും കുടുംബത്തെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ ആശുപത്രിയിലുമുള്ള കൊറോണ വൈറസ് രോഗബാധിതരെ സമർപ്പിക്കാം. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായിത്തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഉയർത്തി സമർപ്പിച്ച് പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ നമുക്കിപ്പോൾ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള കുർബാന സ്വീകരണം നടത്തി ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന സമയമാണ്. പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും അക്കാര്യം ചെയ്യുക.
തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ ഭൂപാളം പാടിയുയർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ ഈ ദിവ്യഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്ന പോലെ അങ്ങേ സഭയിൽ അത് ഐക്യത്തിൻ്റെ ഫലമുളവാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മുട്ടുകുത്താവുന്നവർ മുട്ടുകുത്തുക. അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വർണ്ണിച്ചിടാം. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൽ വാഴണം. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൽ വാഴണം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം കർത്താവിനോട് ചേർന്നിരിക്കുന്ന സമയം, നമ്മളെ അറിയുന്ന, മനസ്സിലാക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വന്ന് സഹായിക്കാൻ പറ്റുന്ന കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം നമുക്കിവിടെ ദിവ്യകാരുണ്യത്തിലൂടെ അനുഭവിക്കാൻ പറ്റും. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും ഇപ്പോൾ ഈ അൾത്താരയിൽ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് പരിശുദ്ധമായ ബലിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിപ്പിച്ച ഓരോരുത്തരുടെയും നിയോഗങ്ങൾ അവിടുന്ന് കാണണമേ. അവിടുന്ന് അതെല്ലാം നിറവേറ്റി കൊടുക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഹൃദയപൂർവ്വം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവർക്ക് ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കർത്താവ് തരുന്നതിനെ വിലമതിക്കാനാവും. കർത്താവെ, എവിടെ പോയാലും എന്ത് കാര്യം ചെയ്താലും അവിടെയെല്ലാം അവിടുത്തെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവവിചാരത്തോടെ അത് ചെയ്യുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. ദൈവവിചാരമുള്ളവരെന്ത് ചെയ്യുന്നതിന് മുമ്പ് ദൈവവുമായിട്ട് ആലോചന ചെയ്യും, പ്രാർത്ഥിക്കും, ദൈവാനുഗ്രഹം പ്രാപിക്കും. അതിനുശേഷമാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടത്താൻ അവർ പരിശ്രമിക്കുക. പലപ്പോഴും അതില്ലാത്തതുകൊണ്ട് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നിറവേറാതെ പോകുന്നു. പലവിധ തടസ്സങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നു. സുഭാഷിതങ്ങൾ 16:3 ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഈ വചനഭാഗങ്ങൾ തരുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ശക്തി ഞങ്ങളിൽ വന്നറിയുവാൻ ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. വേദനിക്കുന്ന അനേകരുണ്ട് കർത്താവേ. ഞങ്ങളുടെ നൊമ്പരങ്ങൾ, വേദനകളെല്ലാം അങ്ങ് അറിയുന്നവനാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അവിടുന്ന് കാണുന്നവനാണ്. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവർക്ക് ബാക്കിയെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർത്ത് നൽകുമെന്ന്. കർത്താവേ, പരിശുദ്ധമായ ബലിയിലൂടെ, ഈ ആരാധനയിലൂടെ ഞങ്ങൾ പരിശ്രമിക്കുന്നത് അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ജീവിക്കുവാനാണ്, അവിടുത്തെ തിരഹിതം നിറവേറ്റി ജീവിക്കുവാനാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. എല്ലാം സാധ്യമാകുന്ന അങ്ങ് ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്താൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിറവേറിക്കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും അവിടുത്തെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. വേദനിക്കുന്ന നിരവധി ആളുകൾ, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന നിരവധി ആളുകൾ, കർത്താവെ, എന്ത് ചെയ്യണമെന്നറിയാതെ നഷ്ടം തിരിയുന്ന വ്യക്തികൾ, അവരെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകുലപ്പെടുന്നവരെ സമർപ്പിക്കുന്നു, മുറിവേറ്റവരെ സമർപ്പിക്കുന്നു, ഹൃദയഭാരവുമായി ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു, സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, അവരെല്ലാം അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലേക്കെല്ലാം അവിടുത്തെ ശക്തി ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അല്പസമയം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. അതെല്ലാം അവിടുന്ന് നിറവേറ്റി തരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെയും ലോകം മുഴുവനെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരുകിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരുകിൽ ഒരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ